അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും മൈദപ്പൊടി ശർക്കരപ്പാനി വെച്ച് നല്ലോണം കട്ടടച്ച് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുതിർത്ത് വെച്ച ആ റവ അത് നല്ലോണം ഒന്ന് ഇട്ടിട്ട് കട്ട ഉടച്ച് കൊടുക്കുക. അല്ലാതെ കട്ടയൊന്നും ആവണില്ല. ബാക്കി ചുടുവെള്ളമാണ് ഞാൻ ഈ ഒഴിച്ച് കൊടുക്കുന്നത്. ശർക്കരപ്പാനി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചുടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. കലക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് അപ്പസോഡ, അപ്പക്കാരം എന്ന് പറയുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്നും കൂടി ഇളക്കി വെച്ചിരിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാളികേരക്കൊത്താണ്. അതിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണം. അപ്പോൾ നാളികേരക്കൊത്തിന് ഞാനൊന്ന്
ഒരു 3 ടീസ്പൂൺ മിൽമ നെയ്യിൽ ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചയായി പച്ചക്കൊത്തിടരുത്. ഇതേപോലെ ഒന്ന് വറുത്തിട്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ അതിലേക്ക് വരും. ആ നെയ്യടക്കം ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വേണ്ടത് ഒരു മൂന്നോ നാലോ മൈസൂർ പഴം. അതിൻ്റെ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ നാടൻ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് വരാൻ ഒരു 3 ഉണ്ടെങ്കിലും, ഇത് 4 ഉണ്ട്. ചെറിയ പഴമാണ്. അത് 4 ഞാനിങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. മിക്സിയിലൊന്നും അടിക്കേണ്ട ഒരു ആവശ്യമല്ല. ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുത്തിട്ട് ചേർത്തിയാൽ മതി. ഏകദേശമൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അത് അതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ, മാവ് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഈ പഴം ഇടുമ്പോൾ തന്നെ അതൊന്നാണ് ലൂസായി കിട്ടും. ഇനി ഒരു കുറുകൽ കൂടുതലുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു 2 ടീസ്പൂൺ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേ പരുവത്തിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇത് കണ്ടോ. ഇനി ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതേപോലെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതങ്ങനെ ഒഴിച്ച് എടുക്കുക തന്നെ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പഴയ ചട്ടിയൊക്കെ ഒരു 10-35 വർഷം മുമ്പുള്ള ചട്ടിയാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഒന്നുമല്ല. എന്നും വാങ്ങിക്കണം വിചാരിക്കും. പിന്നെ അതങ്ങനെ മറക്കും. പിന്നെ അതെന്തെങ്കിലും ഉണ്ടാക്കണമല്ലേ. അപ്പോൾ പിന്നെ അതന്നെ മതി വിചാരിക്കും. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആദ്യം മറിച്ചിടണം. ആദ്യം സൈഡിൽ കൂടെ ഉള്ള കുഴി കൂടെ ഒഴിച്ചു കൊടുക്കുക. നടുക്ക് കൂടുതൽ പെട്ടെന്ന് ചൂടാവുക. അപ്പോൾ അത് അവസാനം ഒഴിച്ചു കൊടുത്താൽ മതി. സൈഡിലുള്ളത് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ആദ്യം ഒഴിച്ചത് മറിച്ചിട്ടിട്ട് അങ്ങനെ മൂപ്പാവണ വരെ മറിച്ചിട്ടിട്ട് അങ്ങനെ പൂരിയെടുക്കുക. അപ്പം എല്ലാ മാവും ഞാനിങ്ങനെ കോരി ഒഴിച്ച് കഴിഞ്ഞു. ഇത് അവസാനത്തെയാണ്. നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റുമാണ് ഉണ്ണിയപ്പം. ഇനിയിപ്പോൾ അരി ആട്ടണം, അരക്കണം, അരിപ്പൊടി ഇല്ലയെന്നൊന്നും കരുതി ആരും ബുദ്ധിമുട്ടണ്ട. ഇതേപോലെ മൈദപ്പൊടിയും റവയും കൂട്ടിയിട്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കാം. നല്ല സോഫ്റ്റാണ് ഉണ്ണിയപ്പം. നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഉഷാറായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അരിപ്പൊടിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അരിപ്പൊടിയിലേറെ ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അരിപ്പൊടി നമ്മൾ ഇട്ടുണ്ടാക്കണതിലേറെ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കലുണ്ട് ഞാൻ. അരിപ്പൊടി ഇട്ടുണ്ടാക്കണതിലേറെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയതുകൊണ്ട്. അപ്പം നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പേരക്കുട്ടിയൊക്കെ കൊടുക്കട്ടെ. ഇത് തണുത്തിട്ട് മുറിക്കുകയാണ് ഞാൻ. കണ്ടോ, ഇത് മറ്റേ ചൂടായിരുന്നു. ഞാൻ ചൂടിലാണ് ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഇനി കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ തിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഒരിക്കും എല്ലാവരും ചായ കുടിക്കട്ടെ. അപ്പം ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.